ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെയും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതുപോലെയുള്ള റാറ്റിൽസിൽ സൗണ്ട് മേക്കർ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ വൂൾ ക്രാഫ്റ്റിന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. വൂൾ ക്രാഫ്റ്റ് WOOL ക്രാഫ്റ്റ് CRAFT സ്റ്റോർ എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പോലെ ഒരു മെയിൻ സൈറ്റിലേക്ക് പോകും നമ്മൾ. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് നമ്മൾ ഈ ക്രോഷറ്റിൻ്റെ ആൾക്കാർക്ക് വേണ്ടി എല്ലാ ഐറ്റംസും ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. ഇവിടെ മെയിനായിട്ട് നമുക്ക് യാൺസ് കാണാം. യാൺസ് തന്നെ പല ചീപ്പ് റേറ്റിലും നമുക്ക് ഇത് അക്രിലിക് യാണാണ്. അക്രിലിക് യാണൊക്കെ വെറും 38 രൂപയേ ഉള്ളൂ ആ ഒരു റേറ്റിന്. അതിനിപ്പോൾ ഓഫർ പ്രൈസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 50 രൂപേൻ്റെതാണ്. അപ്പോൾ അത് ഓഫർ പ്രൈസായിട്ട് 38 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ബൾക്കായിട്ടാണ് കിട്ടുക. അങ്ങനെ ഹാങ് ടൈപ്പിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പിന്നെ വാങ്ങിയിട്ട് ചുറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പം ഇതിങ്ങനെ നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഒക്കെ ഓഫറിലാണ്, ഓഫർ പ്രൈസിലാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അക്രിലിക് കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സിൽ ഈ ഒരു അക്രിലിക്കാണ് നമുക്ക് അവൈലബിൾ ആണ്. 4 ആണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. 4 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമുക്കിങ്ങനെ താഴോട്ട് ഇങ്ങനെ അവരിങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇത് എന്തൊക്കെയാണ് യൂസ് ചെയ്യാമെന്നും പിന്നെ ഇത് എത്ര ഗ്രാമാണെന്ന്. ഇത് 50 ഗ്രാമാണ് ഇതിലുള്ളത്. പിന്നെ എത്ര 100% ആക്രിലിക്കാണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ ക്രോഷ്യയിൽ മെയിനായിട്ട് നമ്മൾ യാണും ഹുക്കൊക്കെ ആണല്ലോ വേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാ യാൺസും ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒലീവ് ബ്രാൻഡാണ്. ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഒലീവ്. പക്ഷേ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര റേറ്റ് ഒന്നുമില്ല. ഇതും ചീപ്പ് റേറ്റ് തന്നെയാണ്. 100 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്രൈസിൽ നമുക്ക് 100 റുപ്പീസിന് ഓഫർ പ്രൈസിലാണ് ഇത് ലഭിക്കുന്നത്. ഇതിലും ഇത് പിന്നെ നമുക്ക് ചുറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് നമുക്കിങ്ങനെ വാങ്ങിച്ചെടുത്ത എല്ലാ കളേഴ്സിലും ഇത് കിട്ടും. മറ്റേതാകുമ്പോൾ നമ്മൾ ചുറ്റിയിരിക്കണം. ഇത് അതുപോലെ തന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് യാണാണ്. ബ്ലാങ്കറ്റ് യാൺ കുറച്ച് തിന്നായിട്ടുള്ള വെൽവെറ്റ് യാൺ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 50 ഗ്രാമാണ്. 50 ഗ്രാമിൻ്റെ ഒരു ഹാങ്ങാണിത്. ഇത് നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ട് ചുറ്റി കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് യാണാണ്. ഇത് കുറച്ച് തിക്ക് അധികം ഉണ്ട്. മറ്റേ യാണിനെക്കാളും കുറച്ചും കൂടി തിക്കാണ്. ഇത് നമുക്ക് ബ്ലാങ്കറ്റ് യൂസ് ആക്കാനും അതുപോലെ ടോയ്സും പ്ലഷീസും ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇത് പറ്റും. പിന്നെ ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബട്ടൺ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് 100% പോളിസ്റ്ററാണ്. UK 8mm എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് പിന്നെ വരുന്നത് നമുക്ക് കോട്ടൺ യാൺസ് ആണ്. കോട്ടൺ യാണിൽ ഇതിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് 3 കളേഴ്സാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവർ പറയുന്നുണ്ട്. 50 ഗ്രാമിൻ്റെ ഒരു ബോളാണ്. 50 ഗ്രാമിൻ്റെ ഒരു ബോളിന് നമുക്ക് 65 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നല്ല യാൺസാണ് ഇവിടെ അധികം. കോട്ടൺ യാൺ ഇവിടെ ഇപ്പം ഓഫർ ഇല്ല, സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇങ്ങനെ കോട്ടൺസിൽ ഒരുപാട് ബ്രാൻഡിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ളൊരു കോട്ടൻ്റെ കുറച്ച് തിക്ക് കൂടിയിട്ടുള്ള ഒരു യാണാണിത്. 4 ആണാണ്, പക്ഷേ കുറച്ചും കൂടി തിക്കാണ് ഇതിനുള്ളത്. ഇത് 50 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് യാണാണോ വാങ്ങാൻ ഇഷ്ടമുള്ളത് ആ ഒരു യാൺസ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വാങ്ങിക്കാം. പിന്നെ കോട്ടൺ ക്രോച്ചറ്റിൻ്റെ ത്രെഡ് അതുപോലെ എന്താ പറയുക എംബ്രോയ്ഡറി യാൺസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്.
പിന്നെ നമുക്ക് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അക്സസറീസ് കാണാം. അക്സസറീസിൽ നമ്മൾ ഇതിൽ ഹുക്ക്, യാണ്, ഇതൊക്കെ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് നമ്മൾ ലീഫിനൊക്കെ വെക്കാൻ സ്റ്റെമ്പാണ്. ഫ്ലവർ വയർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈസ്, ഇതിൻ്റെ ഓരോ പീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ പീസിനും വരുന്നത് 5 റുപ്പീസാണ്. പിന്നെ പാക്ക് 25ൻ്റെ ഒരു പാക്കും അവൈലബിൾ ആണ്. അതുപോലെ 50ൻ്റെ ഒരു പാക്കും അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് ഓരോ പീസ് വേണമെങ്കിൽ ഓരോ പീസും വാങ്ങിക്കുക. 5 രൂപയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, വിഡ്ത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പിക്ചേഴ്സും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഒക്കെ, ഫ്ലവേഴ്സിനൊക്കെ നമുക്കൊരു സ്റ്റെമ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെമ്പ് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ക്രോഷയിൽ ഫ്ലവേഴ്സ് മാത്രം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിതും കൂടി കാണിക്കുന്നത്. പിന്നെ ഇതൊരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. സ്റ്റിക്കറല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആക്രിലിക് ടാഗ് എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇത് 4 സ്റ്റൈലിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു പീസോ 2 പീസോ അങ്ങനെ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ഇതിൽ ഹാൻഡ് മെയ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സ്റ്റിച്ച് മാർക്കേഴ്സ് ആണ്. വളരെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിച്ച് മാർക്കേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് അവൈലബിൾ ആണെങ്കിലും ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ നമുക്ക് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ഇതിന് ഒരു പീസിന് വരുന്നത് 25 രൂപയാണ്. 25 റുപ്പീസാണ്. ഇത് ഫ്ലവറിൻ്റെ ഷേപ്പിലും അതുപോലെ റാബിറ്റ് ഓരോ ഷേപ്പിലും നമുക്ക് ഇതിങ്ങനെ അവൈലബിൾ ആണ്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ കണ്ടോ, ഓരോ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കേഴ്സിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പീസ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് നോർമൽ സ്റ്റിച്ച് മാർക്കേഴ്സാണ്. ഈ സ്റ്റിച്ച് മാർക്കറാണ് ഞാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കറിന് ഒരു പീസിന് വരുന്നത് 4 രൂപയാണ്. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ അവരൊരു ഡെമോ പോലെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നീഡിലാണ്. നമുക്ക് ക്രോഷ്യ വർക്കേഴ്സിന് എപ്പോഴും ആവശ്യമുള്ളൊരു നീഡിലാണിത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നീഡിലാണ്. ഇതിന് വരുന്നത് 10 രൂപയാണ്. ഈ ഒരു നീഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ കട്ടിയുള്ള യാൺസൊക്കെ ചെറിയ നീഡിലിൽ നമുക്ക് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ ഹോൾസൊക്കെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കോർത്തെടുക്കാൻ പറ്റും. ഇത് ഓരോ സൈസിലും അവൈലബിൾ ആണ്. വലിയ സൈസിലും ഇത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ വരുന്നത് മറ്റേത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇത് നോർമൽ നമ്മളെ നീഡിലിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. വലിയ സൈസിൽ ഇത് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 5 രൂപയെ വരുന്നുള്ളൂ. ബിഗും സ്മോളും ഉണ്ട്. ബിഗിന് 5 രൂപയാണ്, സ്മോളിന് 5 രൂപയാണ്. ബിഗിന് റേറ്റ് ചേഞ്ച് ആവും. പിന്നെ നമുക്ക് ഹുക്ക് ഇപ്പം സോൾഡ് ഔട്ടാണ്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയ ടൈമിൽ സോൾഡ് ഔട്ട് ആണെങ്കിൽ അത് എപ്പോഴും അവർ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് ഓരോ ഇതിന് വരുന്നത് 50 രൂപയാണ്. അപ്പം ഒരു സൈസിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നോർമലായിട്ടുള്ള ഒരു നമുക്ക് അലുമിനിയത്തിൻ്റെ ഒരു ഇതിൽ ക്രോച്ചറ്റിൻ്റെ ഹുക്ക് അവൈലബിൾ ആണ്. ഇതിന് നോർമൽ 20 റുപ്പീസേ ഉള്ളൂ. എല്ലാ 2.5, 3mm, 3.5mm, 4mm എല്ലാ സൈസിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് കീ ചെയിൻസ് ആണ്. കീ ചെയിൻസ് നമുക്ക് ഈ ഓരോ ടെഡീസൊക്കെ ഉണ്ടാക്കിയിട്ട് കിച്ചണിലൊക്കെ ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ ഞാനും ചെയ്യാറുണ്ട്. അതുപോലെ അത് മാത്രം ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഈ കിച്ചൺസൊക്കെ ഒന്നായിട്ട് ബൾക്കായിട്ട് വാങ്ങിക്കുന്ന എവിടെയാണെന്നൊന്നും അറിയില്ല. അതുപോലെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് ഈ കിച്ചൺസൊക്കെ വാങ്ങിക്കാമെന്ന്. നമുക്കിങ്ങനെ ഒന്നായിട്ട് വാങ്ങിക്കാൻ ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹെൽപ്പാവും. ഇത് 35 റുപ്പീസാണ് ഇതിനുള്ളത്. ഇത് 2 കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് മോഡലിലും ഇത് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ബാഗിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ഹുക്ക് സെറ്റ് ഒന്നായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈസിലുള്ള ഹുക്ക് സെറ്റും ഇവിടെ കിട്ടും. ഇതിൽ ഹാൻഡിൽ ഇല്ല എന്നുള്ളൂ.
ഹാൻഡിലില്ലാത്ത സ്റ്റീലിൻ്റെ നല്ലൊരു ഹുക്ക് സെറ്റാണിത്. ഇതാകുമ്പോൾ അങ്ങനെ ചീത്ത ആവില്ല. ഇത് നമുക്ക് 2mm തൊട്ടിട്ട് 8mm വരെയുള്ള ഒരു സൈസിൽ ഇത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ വരുന്നത് ബാംബൂവിൻ്റെ ഒരു സ്റ്റിക്കാണ്. ബാംബൂ സ്റ്റിക്ക് നമുക്ക് ഇതുപോലെ ഈ ഫ്ലവേഴ്സിനും അതുപോലെ നമുക്കിങ്ങനെ ഹാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും സ്റ്റെമ്പായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ബാംബൂ സ്റ്റിക്ക്. അത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് ക്രോഷ്യയിൽ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ഐക്കോഡ് നിറ്റിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നിറ്റിംഗ് ചെയ്യാനും തിരിച്ചു കൊടുത്താൽ അങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കി കയറ് ബാഗിനൊക്കെ കയറ് യൂസ് ചെയ്യാൻ, അതുപോലെ ഇപ്പോൾ നെയിംസൊക്കെ ഇതിൻ്റെ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഹാങ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് നമ്മൾ ഈ നൂലിങ്ങനെ താഴെയൊക്കെ ഇടുന്നതിന് പകരം ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമാവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. അതിന് ശേഷം നമുക്കിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ താഴെ പോവാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന് സിസേഴ്സാണ് എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ്. ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് ഒരു 30 റുപ്പീസേ ഉള്ളൂ. അതും നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ഹോം പേജിലേക്ക് എടുക്കുമ്പോൾ എമിഗ്രൂമി അക്സസറീസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ നമുക്ക് എമിഗ്രൂമീൻ്റെ എല്ലാ ഐറ്റംസ്, ഇത് നമുക്ക് അതിൻ്റെ സേഫ്റ്റി ഐസാണ്. ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് സൈസിൽ അവൈലബിൾ ആണ്. 4mm, 6mm, 8mm, 10mm, 12mm എന്ന് പറഞ്ഞിട്ട് എല്ലാ സൈസിലും ഇവിടെ ഈ ഒരു സേഫ്റ്റി ഐസ് അവൈലബിൾ ആണ്. വലിയ സൈസ് എന്ന് പറഞ്ഞത് 30mm വരെ നമുക്ക് ഈ ഒരു കണ്ണ് സേഫ്റ്റി ഐസ് കിട്ടും. അപ്പോൾ ഓരോന്നിന് റേറ്റും ചേഞ്ച് ആയിരിക്കും. 8mm 5 റുപ്പീസ് ആണെങ്കിൽ നമ്മളിങ്ങനെ അവിടെ അടിച്ച് നോക്കുമ്പോൾ 21mm നമുക്ക് 13 രൂപയാണ്, 10mm 7 രൂപയാണ്, 12mm 7 രൂപയാണ്, 15mm 8 രൂപ. ആ ഒരു റേഞ്ചിന് നമുക്ക് എത്ര പീസ് വേണം, 1 പീസ് വേണമെങ്കിൽ 1 പീസ് വാങ്ങിക്കുക. അതുപോലെ എത്ര പീസ് വേണമെങ്കിലും വാങ്ങിക്കുക. ഇതും ആ സേഫ്റ്റി ഐസ് തന്നെയാണ്. പക്ഷേ ഇത് 2 കളേഴ്സിലാണ് ഉള്ളത്. 2 കളറായിട്ടാണ് സേഫ്റ്റി ഐസ്. അതിൻ്റെ സൈസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ 2 കളേഴ്സിലാണ് ഉള്ളത്. ഈ ഒരു സൈറ്റിൽ ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐസ് നമുക്ക് സേഫ്റ്റി ഐസ് നമുക്ക് കിട്ടും. കണ്ടോ, അതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സേഫ്റ്റി ഐസസ് ആണ്. ഒരുപാട് സൈസിൽ 8mm തൊട്ടിട്ട് വലിയ സൈസിൽ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ക്ലിയർ ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ ഏത് ടോയ് ആണോ ചെയ്യുന്നത് ആ ടോയുടെ കണ്ണിനനുസരിച്ചിട്ട് ആ ഒരു കളറിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 8 രൂപയാണ് ഈ ഒരു സൈസിനെങ്കിൽ. ഓരോന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒരു സൈസ് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് ഇങ്ങനെ അവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നമുക്ക് എപ്പോഴും കണ്ണൊക്കെ ഈ ഒരു സേഫ്റ്റി ഐസൊക്കെ കിട്ടാൻ നമ്മൾ ലോക്കൽ ഷോപ്പിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ അതാണ്. എന്താ വെച്ചാൽ ഈ ഒരു ഐറ്റംസൊക്കെ നമുക്ക് ഇതിപ്പോൾ നോസാണ്, സേഫ്റ്റി നോസാണ്. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ഈ ലോക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഞാനൊരു ബിഗിനറായ ടൈമിൽ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം എന്നോടിപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് പോലെ ഞാൻ ഒരുപാട് ആൾക്കാരോട് അന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പക്ഷേ നമുക്കിത് അവരിത് പറഞ്ഞ് തരാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പകുതിയിലേറെ ആൾക്കാരും ഇത് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങി തന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഒഴിയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കറിയുന്ന ഒരു അറിവ് ആർക്കെങ്കിലും പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും അത് യൂസ്ഫുൾ ആണെങ്കിൽ 2 കാര്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇട്ടത് ഈ റാറ്റിൻ്റെ സൗണ്ട് മേക്കർ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് ഉള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു സൗണ്ട് മേക്കർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണ്.
40 mm വരെയുള്ള സൈസ്, ചെറിയ സൈസ് തൊട്ടിട്ട് 40 mm വരെയുള്ള സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നമുക്ക് വാങ്ങാം. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സൗണ്ട്, നല്ല സൗണ്ടാണ് ഇതിന് റാറ്റിലിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടാൽ. ഇത് അതുപോലെ പി എന്നൊക്കെ പറഞ്ഞ സൗണ്ട് വരാനുള്ള 4 സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോള്, ലാർജ്, മീഡിയം എന്നുള്ള സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടോയ്സിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു റാറ്റിൽ സൗണ്ട് ആണിത്. അപ്പോൾ ഇതും നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷേ നിങ്ങൾ നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഡ് ടു കാർട്ടിൽ ഇട്ടാൽ മതി. പിന്നെ നമുക്കിത് നോർമലായിട്ടുള്ള റാറ്റിൽ സൗണ്ട് മേക്കറാണ്. നമ്മൾ എല്ലാ ടോയ്സിലൊക്കെ കാണുന്നതാണ്. ഇതിന് ആകെ 7 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ടൈമിൽ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാനിതൊക്കെ ഒരുപാട് വാങ്ങിച്ച് വെച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ ഉള്ളതാണ്. പിന്നെ ഒരു ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് വുഡൻ റിങ് എവിടുന്നാണ് കിട്ടുകയെന്ന്. അപ്പോൾ ബിഗിനർ ആകുന്ന ടൈമിൽ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് വുഡൻ റിങ് ഒക്കെ നമ്മൾ എവിടുന്നാണ് വാങ്ങിക്കാമെന്നൊക്കെ. ഈ ഒരു സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ക്രോഷയുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ക്രോഷയുടെ റാറ്റിൽ ചെയ്യാനാണെങ്കിലോ അല്ല പിന്നെ ഫ്ലവേഴ്സിൻ്റെ മേക്കിങ്ങിനാണെങ്കിലോ ഒക്കെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമുക്ക് വുഡൻ്റെ റിങ് 2 സൈസിലാണുള്ളത്, സ്മോളും അതിൻ്റെ ബിഗ് ആയിട്ടുള്ള സൈസിൽ. അതിപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി വരുന്നത് ഈ ഒരു ബോളാണ്. ഇത് നല്ലൊരു രസമുള്ള ഒരു ബോളാണ്. ഇതെന്താ നമ്മൾ ഒരു ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബോൾ സൗണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പം ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ വൈകാതെ തന്നെ ഞാൻ ചാനലിലിടാം. അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ സൗണ്ടും വരും. ആ സാധനം ഇങ്ങനെ പുറത്തേക്ക് നീങ്ങുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് അക്സസറീസിൽ നമുക്കുള്ളത്. ഒരുപാട് നോസും പിന്നെ റാറ്റിൽ സൗണ്ട് തന്നെ 3 സൗണ്ട് ഉണ്ട്. പിന്നെ വുഡൻ റിങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ജ്വല്ലറി അക്സസറീസിലുള്ള സാധനങ്ങളാണ്. ജ്വല്ലറീസ് ചെയ്യുന്ന ഒരുപാട് പേരും ചോദിക്കാറുണ്ട്. ഇത് അലിഗേറ്റർ ക്ലിപ്പാണ്. ഇത് ക്ലിപ്പ് നമ്മൾ 2 കളേഴ്സിലും 3 കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ്. സിൽവർ, ഗോൾഡ്, പിന്നെ കോപ്പറൊക്കെ ആയിട്ടുള്ള 3 കളേഴ്സിൽ അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ടെൻഷനും വേണ്ട. നമ്മളിത് സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഏതാണോ നമുക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇത് വയറാണ്, നമ്മൾ കെട്ടി കൊടുക്കുന്ന ഫ്ലവേഴ്സും ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വയറും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഇത് കീ ചെയിൻസ് ആണ്. ചെറിയ ഡോൾസും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കീ ചെയിനായിട്ട് യൂസ് ചെയ്യാനൊക്കെ ബാഗിലൊക്കെ നമ്മൾ ഹാങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കീ ചെയിനാണ്. ബോൾ ചെയിൻ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതെന്തിനാണ് യൂസ് ചെയ്യുക അവരത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഹെയർ ബാൻഡാണ്. ഹെയർ ബാൻഡ് നൈസ് ഹെയർ ബാൻഡാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റെഫറൻസ് പിക്കും അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ടോയ്സൊക്കെ ഫുൾ എമിഗ്രൂമി നമ്മളെ ക്രോഷറ്റിൻ്റെ ഐറ്റംസ് തന്നെയാണ് ഫുൾ ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം എന്തായാലും ഇത് ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ക്ലിപ്പ് തന്നെ വരുന്നത് ബാക്ക് സൈഡ് ക്ലിപ്പാണ്. ബാക്ക് ഹെയർ ക്ലിപ്പ് എന്ന് പറയും. ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റും അവരിങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വരുന്നത് നമുക്ക് ഹെയർ ബാൻഡ്, കുറച്ച് വീതിയുള്ള ഹെയർ ബാൻഡാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെയർ ബാൻഡ്. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പിന്നെ ക്ലിപ്പുകളൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് തന്നെയാണ് ക്ലിപ്പുകളും 12 പീസിൻ്റെ ക്ലിപ്പുകളും നമുക്ക് 25 രൂപക്കാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു മോഡൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഓരോ സൈസിൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ബ്രാസ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോ കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഒരുപാട് കളേഴ്സിലും നമുക്കിത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഉള്ളത് ഗോൾഡ് ആണെങ്കിൽ നമുക്ക് സിൽവറും അങ്ങനത്തെ ഒരുപാട് കളേഴ്സിൽ ഇനി കമ്മൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് വരുന്നത് ഗ്ലൂ ആണ്. ഗ്ലൂവും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ കമ്മലിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രാസ് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇത് ഏതെങ്കിലും ഇത് സിൽവർ പ്ലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഏതാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുള്ള ആ ഒരു ഭാഗ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുള്ളൂ എന്തൊക്കെ ഐറ്റംസ് ഇതിലുണ്ടെന്ന്. ഇത് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേജ് ഉണ്ട്. ആ 2 സെക്കൻഡ് പേജിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണാം. എന്താ സിൽവർ ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഫിഷ് ഹൂക്ക് എന്നാണ് ഇതിന് പറയുക. ഫിഷിൻ്റെ ടൈപ്പിലുള്ള ഹൂക്കാണ്. ഇതിലൊക്കെ താഴത്ത് നമുക്ക് ഓരോ ഐറ്റംസ് ചെയ്തിട്ട് ഹാങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ജ്വല്ലറീസ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ നിങ്ങൾക്ക് ചെയ്യുന്നത് ആ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവുക. അപ്പോൾ ഞാനിത് ജ്വല്ലറി, ക്രോഷ്യ, ബാറ്റിൽ, ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വുൾ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രോഷ്യ ആൾക്കാർക്ക് വേണ്ടി മാത്രം അവർ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണിത്. പിന്നെ വരുന്നത് നമുക്ക് ബാഗ്. ക്രോഷ്യയിൽ നമുക്ക് ബാഗിൻ്റെ ഓരോ സാധനത്തിനും നമ്മളിങ്ങനെ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സൈറ്റിൽ പോയാൽ സ്ലിംഗ് ബാഗിൻ്റെ ചെയിന് മുതൽ ചെറിയ ചെയിന് മുതൽ എല്ലാ സൈസിലുള്ളത് ഗോൾഡിൻ്റെ ഒരു ചെയിനാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് റൗണ്ടിലുള്ള ഒരു ബാഗിൻ്റെ ഹാൻഡിലാണ്, പേഴ്സിൻ്റെ ഹാൻഡിലാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ ലോക്കലിൽ പോയാൽ ഷോപ്പിൽ പോയാൽ നമ്മളിങ്ങനെ തിരഞ്ഞ് നടക്കേണ്ടി വരും. അവർ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ അവർ ഈ ഒരു സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ക്വയറിൽ വരുന്ന പേഴ്സിൻ്റെ ഹാൻഡിലാണ്. 2 പീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവരിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സ് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഹാൻഡിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു സൈറ്റിൽ നോക്കിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മെയിനായിട്ട് ഈ ഒരു സൈറ്റ് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാനും പേഴ്സണലായിട്ട് അല്ലാതെ ഞാൻ അവർക്ക് ഇങ്ങനെ മെസ്സേജസ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു വീഡിയോ ആവുകയാണെങ്കിൽ അപ്പം നമ്മൾ അറിയാത്തവർ നമ്മൾ മെസ്സേജ് അയച്ച് ചോദിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതിൽ അവർക്ക് ഏതാ ഐറ്റംസ് ആണോ വേണ്ടത് ആ ഒരു രീതിക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.